ഹലോ, വെൽക്കം ബാക്ക് ടു എൽസ്റ്റോക്സ്. നമസ്കാരം, ഞാൻ ഓമന രാധാകൃഷ്ണൻ, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. നമുക്കറിയാലോ, ഒട്ടുമിക്ക ആളുകളും ഏതു മറവി രോഗത്തിനും അൽസൈമേഴ്സ് എന്നാണ് പറയാറ്, അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ ഡിമെൻഷ്യ എന്നും പറയാറുണ്ട്. നമ്മളാണെങ്കിലും ഏതെങ്കിലും ഒരു കാര്യം എവിടെയെങ്കിലും വെച്ചിട്ടൊന്ന് മറന്നുപോയാൽ ഉടനെ പറയാറുണ്ട്, അയ്യോ എനിക്കും അൽസൈമേഴ്സ് ആണോ എന്ന് പറയാറുണ്ട്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ മറവി രോഗങ്ങളും അൽസൈമേഴ്സ് ഡിമെൻഷ്യ ആണോ, അല്ലെങ്കിൽ എല്ലാ മറവി രോഗങ്ങളും അൽസൈമേഴ്സ് മേധാക്ഷയം തന്നെയാണോ? അല്ല എന്നതാണ് വാസ്തവം. ഡിമെൻഷ്യ എന്നത് തന്നെ ഒരു പ്രത്യേക രോഗമല്ല, വിശാലമായ രോഗലക്ഷണങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു അവസ്ഥയാണ് ഡിമെൻഷ്യ. കൂടുതലായും ഡിമെൻഷ്യ കാണപ്പെടുന്നത് പ്രായമായവരിലാണ്. ഏതാണ്ട് 60-65 വയസ്സിന് മുകളിലാണ് ഈ രോഗലക്ഷണം കണ്ടു തുടങ്ങുന്നത്. 60 വയസ്സിന് മുകളിലുള്ള ആളുകളിൽ ഏതാണ്ട് 5% പേരിൽ ഈ രോഗലക്ഷണം ഉണ്ട് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഓരോ 5 വർഷം കഴിയുമ്പോഴും രോഗസാധ്യത ഇരട്ടി ആകുന്നുണ്ട്. 85 വയസ്സിന് മുകളിലുള്ള ആളുകളിൽ 40% പേരിൽ ഡിമെൻഷ്യ അല്ലെങ്കിൽ മേധാക്ഷയമുണ്ട് എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. ഡിമെൻഷ്യ പ്രധാനമായും 2 തരമുണ്ട്. വ്യക്തമായി ചിന്തിക്കാനുള്ള കഴിവ്, ഓർമ്മശക്തി, ദൈനംദിന കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള കഴിവ്, സ്ഥലകാല ബോധം, വിശകലന പാടവം ഇവയൊക്കെ ക്രമേണ കുറഞ്ഞു വരികയും പിന്നീട് നശിച്ചു പോവുകയും ചെയ്യുന്ന അവസ്ഥയാണ് മേധാക്ഷയം അല്ലെങ്കിൽ മറവി രോഗം, ഡിമെൻഷ്യ എന്ന് പറയുന്നത്. ഡിമെൻഷ്യയുടെ ആദ്യ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് സമീപകാലത്ത് നടന്ന അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ നടന്ന അതല്ലെങ്കിൽ തൊട്ടു മുമ്പ് നടന്ന കാര്യങ്ങൾ മറന്നു പോവുകയാണ് ഡിമെൻഷ്യയുടെ ആദ്യ ലക്ഷണങ്ങൾ. അതുകൊണ്ടാണ് ഈ ഡിമെൻഷ്യ ബാധിച്ച ആളുകൾ ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, തൊട്ടടുത്ത് അല്ലെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയില്ല അല്ലെങ്കിൽ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് തന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവർ ഭക്ഷണം ആവശ്യപ്പെടുന്നത്. അപ്പോൾ വീട്ടിലുള്ളവരോർക്കും ചിലപ്പോൾ അവരെ ദേഷ്യം പിടിപ്പിക്കാനോ അല്ലെങ്കിൽ അവരെ മെനക്കെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവരിത് ഇങ്ങനെ ചോദിക്കുന്നവർക്കും സത്യത്തിലല്ല, അവരത് മറന്നുപോയിട്ട് തന്നെയാണ്. ഇതാണ് ഈ മേധാക്ഷയത്തിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അതിനുശേഷം ചിലപ്പോൾ ഇവർ കാണിക്കുന്നത് പൈസയോ അല്ലെങ്കിൽ പേഴ്സോ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കുന്ന സ്ഥലം കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ അവർ മറന്നുപോയിട്ട് വേറെ എവിടെയെങ്കിലും ആയിരിക്കും തപ്പി നടക്കുന്നത്. ഇങ്ങനെ തൊട്ടു മുമ്പ് നടന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സമീപ ദിവസങ്ങളിൽ നടന്ന കാര്യങ്ങൾ മറന്നു പോവുക, അതാണ് ഈ മേധാക്ഷയത്തിൻ്റെ ആദ്യ ലക്ഷണം എന്ന് പറയുന്നത്. അടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത്, എന്തെങ്കിലും സാധനങ്ങൾ എവിടെയെങ്കിലും പൈസയോ സ്വർണമോ പേഴ്സോ ഇത്തരം സാധനങ്ങൾ എവിടെയെങ്കിലും വെച്ചിട്ട് മറ്റൊരു സ്ഥലത്ത് തപ്പി നടക്കുകയും അതിനുശേഷം അത് കാണാതെ വരുമ്പോൾ വീട്ടിലുള്ള ആരെങ്കിലും അത് മോഷ്ടിച്ചെടുത്തു എന്ന് സംശയിക്കുകയും ചെയ്യുന്നൊരവസ്ഥ. അതുപോലെ തന്നെ കാറിൻ്റെ കീ അല്ലെങ്കിൽ ഫയൽ അല്ലെങ്കിൽ പേഴ്സ് ഇങ്ങനെയുള്ള സാധനങ്ങൾ തെറ്റായ സ്ഥലത്ത് കൊണ്ടുവയ്ക്കുക. നമുക്കറിയാം, തന്മാത്ര എന്ന ചിത്രം ഒരുപക്ഷെ ഇത് കേൾക്കുന്ന നിങ്ങളിൽ ഒട്ടുമിക്ക ആളുകളും കണ്ടിട്ടുള്ളതായിരിക്കും. ബ്ലെസ്സി സംവിധാനം ചെയ്ത ചിത്രം. അതിനകത്ത് മോഹൻലാൽ ഒരു ഫയൽ കൊണ്ട് ഫ്രിഡ്ജിലെ ഫ്രീസറിനകത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾക്ക് ആർക്കും മനസ്സിലാകുന്നില്ല അദ്ദേഹത്തിന് മറവി രോഗത്തിൻ്റെ തുടക്കമാണ് എന്ന്. ഒരിക്കലും ഒരു ഫയൽ കൊണ്ട് ഒരു ഫ്രീസറിൽ വെക്കാനുള്ള സാധ്യതയുമില്ല. അങ്ങനെ ഓരോ സാധനങ്ങൾ തെറ്റായ സ്ഥലത്ത് കൊണ്ട് വയ്ക്കുക, ഇത് ഈ രോഗത്തിൻ്റെ അടുത്തൊരു ഘട്ടമാണ്. അതുപോലെ തന്നെ നമ്മുടെ കൂടെ എപ്പോഴും ചേർന്ന് നിൽക്കുന്ന മകളുടെയോ മകൻ്റെയോ പങ്കാളിയുടെയോ ഒക്കെ പേരുകൾ മറന്നു പോകുക, എപ്പോഴും ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ പേരുകൾ, ഇപ്പോൾ സ്പെക്സ്, പേന ഇങ്ങനെയുള്ള എപ്പോഴും ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ പേരുകൾ മറന്നു പോവുക, ഏറ്റവും അടുത്ത ആളുകളുടെ പേരുകൾ മറന്നു പോവുക, ഇതൊക്കെ ഈ രോഗത്തിൻ്റെ അടുത്ത ഒരു ഘട്ടമാണ്. അതുപോലെ തന്നെ ചില ആളുകൾക്ക് സ്വന്തം വീട്ടിലേക്കുള്ള വഴി മറന്നു പോവുകയോ തെറ്റിപ്പോവുകയോ ഒക്കെ ചെയ്യുക, അതും ഈ മേധാക്ഷയത്തിൻ്റെ ലക്ഷണങ്ങൾ തന്നെയാണ്. ഇതിനോട് ചേർന്ന് ഈ മറവി രോഗത്തോട് ചേർന്ന് അമിതമായ ദേഷ്യം, ശാഠ്യം, അതുപോലെ ഡിപ്രഷൻ ഇതൊക്കെ ഈ മേധാക്ഷയത്തോട് ചേർന്ന് കാണാറുണ്ട്. അതുപോലെ സംശയരോഗം, വെർബൽ അബ്യൂസ്, മോശം വാക്കുകൾ ഉപയോഗിക്കുക, അതൊക്കെയും ഈ മറവി രോഗത്തോട് ചേർന്ന് കാണുന്ന ലക്ഷണങ്ങൾ തന്നെയാണ്. ഇനി ഈ ഡിമെൻഷ്യയെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ മറവി രോഗങ്ങളും
അൾഷിമേഴ്സ് ഡിമെൻഷ്യ അല്ല എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ ഡിമെൻഷ്യ പ്രധാനമായിട്ടും നമുക്ക് രണ്ടായിട്ട് വേർതിരിക്കാം. ഒന്ന്, പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നത്. മറ്റൊന്ന്, പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റില്ല, പക്ഷേ നമ്മൾക്ക് അവയെ നിയന്ത്രിച്ച് മാനേജ് ചെയ്യാൻ പറ്റുന്നത്. ഇതിൽ പലപ്പോഴും ഡിപ്രഷൻ, അതുപോലെ തന്നെ തൈറോയിഡ്, ഇത്തരം പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന, അല്ലെങ്കിൽ വൈറ്റമിൻ ഡിയുടെ ക്രമാതീതമായ കുറവ് കൊണ്ടുണ്ടാകുന്ന മറവി രോഗം, അതുപോലെ തന്നെ തലച്ചോറിനുണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള ക്ഷതം കൊണ്ടുണ്ടാകുന്ന മറവി രോഗം, അതല്ലെങ്കിൽ ഏതെങ്കിലും ട്യൂമർ കൊണ്ടുണ്ടാകുന്ന ചില വൈറ്റമിൻസിന്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന മറവി രോഗം, ചില രോഗങ്ങൾക്ക് നമ്മൾ കഴിക്കുന്ന ചില മെഡിസിൻസിന്റെ പാർശ്വഫലമായിട്ടുണ്ടാകുന്ന മറവി രോഗം, ഇത്തരം മറവി രോഗങ്ങളൊക്കെയും ഇതെല്ലാം ഈ മേധാക്ഷയത്തിന്റെ ലക്ഷണങ്ങൾ തന്നെ കാണിക്കുന്നുണ്ടാവും. പക്ഷേ അവയെല്ലാം ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതോടുകൂടി ആ മറവി രോഗം മാറും. അതൊന്നും അൾഷിമേഴ്സ് ഡിമെൻഷ്യ അല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ ചെറുപ്പകാലത്തുണ്ടാകുന്ന ചില മറവി രോഗങ്ങളുണ്ട്. അതൊട്ടുമിക്കപ്പോഴും അമിതമായ ഉത്കണ്ഠ കൊണ്ടുണ്ടാകുന്ന മറവി രോഗമാണ്. അത് ആ ഉത്കണ്ഠയെ പരിഹരിച്ചു കഴിയുമ്പോൾ ആ മറവി രോഗവും പരിഹരിക്കപ്പെടും. എന്നാൽ അൾഷിമേഴ്സ് ഡിമെൻഷ്യ എന്ന് പറയുന്നത് അത് തലച്ചോറിലെ കോശങ്ങൾ ജീർണിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ കോശങ്ങൾ ചുരുങ്ങിപ്പോകുന്നത് കൊണ്ടോ ഉണ്ടാകുന്ന ഡിമെൻഷ്യയാണ്. അത് നമുക്കൊരിക്കലും പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയില്ല. അത് നമ്മൾക്ക് നിയന്ത്രിച്ച്, അധികം വഷളാകാതെ നിയന്ത്രിച്ച് മാനേജ് ചെയ്യാൻ പറ്റുന്ന മെഡിസിൻസ് എന്നാൽ ഇന്ന് നമുക്ക് ലഭ്യമാണ് താനും. ഈ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഡിമെൻഷ്യ ഡിപ്രസീവ് സ്യൂഡോ ഡിമെൻഷ്യ എന്ന വിഭാഗത്തിലാണ് പെടുന്നത്. ഞാൻ പറഞ്ഞു, എന്നാൽ അൾസൈമേഴ്സ് ഡിമെൻഷ്യ എന്ന് പറയുന്നത് നമുക്ക് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റില്ല. ഈ മേധാക്ഷയത്തിന്റെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സമീപകാലത്തുള്ള കാര്യങ്ങൾ ആദ്യമേ മറക്കുന്നു എന്നതാണ്. അതിൻ്റെ ഒരു കാരണം, ഓർമ്മശക്തിക്ക് 3 ഘട്ടങ്ങളാണ് ഉള്ളത്. അതായത് ഒരു കാര്യം ആദ്യമേ തന്നെ നമ്മുടെ തലച്ചോറിലേക്ക് സ്വീകരിക്കുക, പിന്നീട് അത് രജിസ്റ്റർ ചെയ്യുക, പിന്നീട് ഇത് വേണ്ട സമയത്ത് പുറത്തേക്ക് എടുക്കുക അല്ലെങ്കിൽ അത് പുനർക്രമീകരിക്കുക. ഇതാണ് 3 ഘട്ടങ്ങൾ. അപ്പോൾ ആദ്യമേ തന്നെ ഏറ്റവും പുതിയതായി സ്വീകരിച്ച കാര്യം വീണ്ടും ഓർത്തെടുക്കാൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യാൻ പറ്റാതെ വരിക, അതാണ് ഏറ്റവും ആദ്യം നീക്കം ചെയ്യപ്പെടുന്നത്. ഈ മേധാക്ഷയമുള്ള ആൾക്ക് അല്ലെങ്കിൽ അൾസൈമേഴ്സ് ഡിമെൻഷ്യ ഉള്ള ആൾക്ക് ഏറ്റവും പുതിയ കാര്യങ്ങളാണ് ഏറ്റവും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യാൻ പറ്റാതെ നീക്കം ചെയ്യപ്പെട്ടു പോകുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ അൾസൈമേഴ്സ് ഡിമെൻഷ്യ ഉള്ള ആളുകളുടെ കൂടെ നിൽക്കുന്നവർ പറയാറുണ്ട്, കുട്ടിക്കാലത്ത് സ്കൂളിൽ നടന്ന കാര്യങ്ങൾ വരെ ഓർമ്മയുണ്ടല്ലോ, പിന്നെ എന്നാ ഇന്നലെ നടന്ന കാര്യം ഓർക്കാത്തത് എന്നൊക്കെ പരാതിപ്പെടാറുണ്ട്. ഇവർ ചിലപ്പോൾ കള്ളത്തരം കാണിക്കുന്നതാണോ, ഇവരുടെ വേഷം കെട്ടാണോ എന്നൊക്കെയുള്ള രീതിയിൽ പരാതിപ്പെടാറുണ്ട്. യഥാർത്ഥത്തിൽ അവർ മറന്നു പോകുന്നത് തന്നെയാണ്. അവരുടെ പഴയ കാര്യങ്ങളൊക്കെ, കുട്ടിക്കാലത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് വളരെ ഓർമ്മയുണ്ടാവും. പുതിയ പുതിയ കാര്യങ്ങളായിരിക്കും അവർക്ക് ഒട്ടും ഓർമ്മ ഇല്ലാതിരിക്കുന്നത്. അപ്പോൾ ഈ അൾസൈമേഴ്സ് ഡിമെൻഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും പുതിയ കാര്യങ്ങൾ, തൊട്ടു മുമ്പ് നടന്ന കാര്യങ്ങൾ, ഇന്നലെ നടന്ന കാര്യങ്ങൾ, മറ്റന്നാൾ നടന്ന കാര്യങ്ങൾ, അതായിരിക്കും അവരാദ്യം മറന്നു പോകാൻ സാധ്യതയുള്ളത്. പതുക്കെ പതുക്കെ അവരുടെ ഈ കൂടെയുള്ള ആളുകളെ മറക്കുക, കൂടെയുള്ള ആളുകളുടെ പേരുകൾ മറക്കുക, അവർ സ്ഥിരം ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളുടെ പേരുകൾ മറക്കുക, അവരോരോ സാധനങ്ങളും എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് മറക്കുക. അങ്ങനെ പതുക്കെ പതുക്കെ അവർ അവരുടെ പഴയ കാലങ്ങളിലേക്ക് ഈ മേധാക്ഷയമുള്ള ആളുകൾ പോകുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും. പിന്നീട് പതുക്കെ അവരുടെ ഭാഷ തന്നെ, വാക്കുകൾ തന്നെ കുറഞ്ഞു കുറഞ്ഞു വന്ന് അവരുടെ ഭാഷ തന്നെ മറന്നു പോകുന്നത് പോലെ അവരുടെ കുട്ടിക്കാലത്തേക്ക് തന്നെ മടങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും. പലപ്പോഴും ഈ മേധാക്ഷയത്തിന്റെ ഒരു രൂക്ഷാവസ്ഥയിലൊക്കെ എത്തിയ ആളുകളുടെ കൂടെ നിൽക്കുന്നവരെ അവർ ചിലപ്പോൾ അവരുടെ മകളോ അല്ലെങ്കിൽ അവരുടെ ഭാര്യയോ സഹോദരിയൊക്കെ ആണെങ്കിൽ പോലും അവരെ അമ്മ എന്നൊക്കെ വിളിക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. കാരണം അവർക്ക് അപ്പോൾ അവരുടെ ഓർമ്മയിലുള്ളത് കുട്ടിക്കാലത്ത് അവരുടെ കൂടെയുള്ള അമ്മയായിരിക്കും അവരുടെ ഓർമ്മയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. പിന്നീട് കുറച്ചുകൂടി കാലം കഴിയുന്നതോടുകൂടി ഇവരുടെ മൂവ്മെന്റിനെയൊക്കെ ഈ മേധാക്ഷയം, ഈ അൾസൈമേഴ്സ് ഡിമെൻഷ്യ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഓർമ്മയെ മാത്രമല്ല അവരുടെ മൂവ്മെന്റിനെ പോലും വലിയ രീതിയിൽ ഈ അൾസൈമേഴ്സ് ഡിമെൻഷ്യ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇതിന്റെ ചികിത്സ, ഇതിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, ഇതിന് കൗൺസിലിംഗ് എങ്ങനെയാണ്, യഥാർത്ഥത്തിൽ ഈ അൾസൈമേഴ്സ് ഡിമെൻഷ്യ ഉള്ള ആ പേഷ്യന്റിന് ഒരു തരത്തിലും കൗൺസിലിംഗ് കൊണ്ട് കാര്യമായ ഒരു പ്രയോജനവുമില്ല. അവരെ ടേക്ക് കെയർ ചെയ്യുന്ന ആളുകൾക്കാണ് യഥാർത്ഥത്തിൽ കൗൺസിലിംഗ് വേണ്ടത്. അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.
അതുവരേക്കും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബി ഹാപ്പി, സ്റ്റേ ഹെൽത്തി.